തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. കോളേജിൽ ഞാൻ അത് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ കാര്യം പഴയ ഒരു ദൂരദർശനിൽ വന്നൊരു പാട്ടില്ലേ, വിശ്വസാഗര. അയ്യോ, അത് ഇന്നും ആൾക്കാർ ആലോചിക്കുന്നുണ്ട്, അല്ല ഓർക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ. ആ ഒരു പാട്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഐഡന്റിറ്റി തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ലൈവായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നതിനുള്ള മെയിൻ റീസൺ ആ ഒരു പാട്ട് തന്നെയാണ്. പിന്നീട് കുറച്ച് പാട്ടുകളൊക്കെ പാടിയെങ്കിലും അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ട് പോലില്ല പലതും. തൈക്കുടം ബ്രിഡ്ജ് രണ്ടാമത് പാടിയപ്പോ ആണ് ആ വേർഷനാണ് പലരും കേട്ടിട്ടുള്ളത്. ഒറിജിനലായിട്ട് പണ്ട് 80s 90s മറ്റോ വന്ന സിനിമയിലെ പാട്ടല്ലേ ദശരഥം എന്ന് പറഞ്ഞ സിനിമയില് MG ശ്രീകുമാറും ചിത്ര ചേച്ചിയും പാടിയ പാട്ടാണ്. പക്ഷെ അതാർക്കും അറിയില്ല. പുതിയ വേർഷനാണ് പുതിയ കുട്ടികൾ കേട്ടിട്ടുള്ളത്. അത് കുറെയൊക്കെ റിയാലിറ്റി ഷോയിലൂടെ പെട്ടെന്ന് പോപ്പുലർ ആവുന്നതാണല്ലോ. ആ ഒരു അങ്ങനത്തെ ഒരു രീതിയാണ് റിയാലിറ്റി ഷോയിൽ വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മത്സരിക്കുന്നു, അതിൽ കുറച്ച് പേര് പെട്ടെന്ന് അങ്ങ് ഔട്ട് ആവുന്നു, ബാക്കിയുള്ളവര് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫെയിം. നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു. ഇതിപ്പോൾ ഓണക്കാലമാണല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ സിംഗേഴ്സൊക്കെ ഈ ഓണം സമയത്ത് വിളിക്കുമ്പോഴത്തേക്കും അയ്യോ ചേച്ചി ഞങ്ങൾക്ക് ഓണം ഇതാണ്, അതുകൊണ്ട് ഞങ്ങൾ പുറത്താണ്, ഒന്നുകിൽ അന്യ നാട്ടിലായിരിക്കും അല്ലെങ്കിൽ സ്റ്റേജസ് ആയിരിക്കും ഇവിടെ തന്നെ. അപ്പം മിക്കവാറും നിങ്ങൾക്ക് പല നല്ല ഓണമായാലും വിഷു ആയാലും ആ സമയങ്ങളിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അതൊരു സത്യമാണ്. പക്ഷേ വേറൊരു ഇതുള്ളത്, നമ്മുടെ ഈ ഓണം ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമ്മുടെ തന്നെ കേരളത്തിലുള്ള പല കാര്യങ്ങളും ഈ പുറം നാട്ടിൽ പോകുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ എനിക്ക് അഖില അത് നേരിട്ട് കണ്ട ആളായിരിക്കും അല്ലേ? എങ്ങനെയാണ് അവിടെ അതിൻ്റെ ഒരു വ്യത്യാസം തോന്നിയിട്ടുള്ളത്? ഇപ്പൊ പുറത്ത് ഈ കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന മലയാളികൾ അവർക്ക് ആകെ ഒരു അസോസിയേഷനിൽ വരുന്ന ഒരു സെലിബ്രേഷൻ ആയിരിക്കും ഓണം, അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ, ക്രിസ്മസ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസത്തെ സെലിബ്രേഷൻ. ബാക്കിയൊക്കെ അവർ ജോലിയിലും അവരുടെ ഫാമിലി ഒക്കെ ആയിട്ട് അങ്ങനെ പോവല്ലേ. അപ്പൊ ഒരു ദിവസം കിട്ടുന്നത് അവർ മാക്സിമം എൻജോയ് ചെയ്യാം. കോംപ്രമൈസും ഇല്ല ഡ്രസ്സിങ് ആയാലും. അപ്പൊ നമ്മൾക്ക് തന്നെ തോന്നും നമ്മൾ സിമ്പിളായിട്ട് പോകാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റില്ല. കാരണം ഓഡിയൻസ് ആയിട്ട് വരുന്ന അവര് മാക്സിമം അവര് തന്നെ ഡ്രസ് ചെയ്ത് അവര് തന്നെ എൻജോയ് ചെയ്ത് അവര് മാക്സിമം സെലിബ്രേറ്റ് അവര് കാണാൻ അതായത് സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാർ പോലും ആ തനിമയോട് കൂടി വന്ന് നിൽക്കണം എന്നായിരിക്കും അവരുടെ ആഗ്രഹം അല്ലേ? തീർച്ചയായിട്ടും. അവരത് അപ്പൊ അത് സ്പെസിഫൈ ചെയ്ത് പറയാറുണ്ടോ അങ്ങനെ സ്പോൺസേഴ്സ്? അല്ല, എനിക്കത് തോന്നിയിട്ടുണ്ട്. കാരണം അവര് വരുന്നത് തന്നെ, ഓഡിയൻസ് ഈ പരിപാടി കാണാൻ വരുന്നത് തന്നെ ഭയങ്കര വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഓണക്കാലത്താണെങ്കിൽ അവർക്ക് ഓണക്കളികൾ ഉണ്ടാവും, സദ്യ ഉണ്ടാവും, അവരുടെ ആ ഒരു ദിവസം കംപ്ലീറ്റ് ഓണം സെലിബ്രേഷൻ ആയിരിക്കും. ഇവിടെ പിന്നെ അത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇവിടെ പിന്നെ ഈ എന്താ പറയാ, നമുക്ക് നാട്ടില് തന്നെ എല്ലാം അവൈലബിൾ അല്ലേ. ഓണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. പുറത്തുള്ളവർക്ക് അങ്ങനെയല്ല, ആകെ ഒരു ദിവസമല്ല കിട്ടുന്നത്. ഓണക്കാലം എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ ഒരു ദിവസമാണ് ഓണം സെലിബ്രേഷൻ. അപ്പൊ എങ്ങനെയാണ് ഇപ്പം സ്റ്റേജിൽ പെർഫോമൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ലൊരു പാട്ട് പാടി എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഈ ആൾക്കാർ എങ്ങനെയാണ് അവിടെ വന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് പറയാറുണ്ടോ? തീർച്ചയായിട്ടും അവർക്ക് സന്തോഷമാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതുപോലെ റിക്വസ്റ്റ് വരുമോ, അതായത് ഈ പാടി തരുമോ നിങ്ങൾ? അപ്പോൾ ഒരു ഈ പുറത്തുള്ള പ്രോഗ്രാം ഇപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ടോ ഏതെങ്കിലും ആയിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കുറേ പാട്ടുകൾ റെഡിയാക്കി വെക്കണം അല്ലേ, റിക്വസ്റ്റ് അനുസരിച്ച്. പിന്നെ എല്ലാ റിക്വസ്റ്റും നമുക്ക് പാടാൻ അറിയണം എന്നില്ല, അറിയാവുന്നതാണെങ്കിൽ പാടും. പാടുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഇപ്പം പുറം നാടുകളിൽ പോയിട്ട് പാടുമ്പോൾ അവർക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് എന്താണ്? അഖില വീണ്ടും പാടണം എന്ന് പറഞ്ഞിട്ടുള്ളത്?
അവർക്ക് നൊസ്റ്റാൾജിയ തോന്നുന്ന പാട്ടുകളൊക്കെ ഇഷ്ടമാണ്. എന്നാൽ ഓണത്തിനെ കുറിച്ചുള്ള പാട്ട് പാടുകയാണെങ്കിൽ ഏതായിരിക്കും? അങ്ങനെ ഓണം, അഖിലയുടെ മനസ്സിൽ ഓണം എന്ന് പറയുമ്പോൾ വരുന്ന പാട്ട് ഏതാണ്? എന്റെ മനസ്സിലോ ഓണക്കാലത്ത് മാറ്റി വെക്കാൻ പറ്റാത്ത കുറെ പാട്ടുകളുണ്ട് നമുക്ക് മലയാളത്തിൽ. ഓണപ്പൂവേ, പൂവിളി പൂവിളി, ഉത്രാട പൂനിലാവേ, തിരുവോണപ്പുലരി, ഇതൊന്നും നമുക്ക് എത്ര ഈ ഓണത്തിന് ആ പാട്ടൊന്നും വേണ്ട, പാടണ്ട, കേൾക്കണ്ടെന്ന് വിചാരിച്ചാലും പറ്റില്ല. അത് നമ്മുടെ ബ്ലഡിൽ കലർന്നു പോയ പാട്ടാണ്. അങ്ങനെയുള്ള പാട്ടുകളിൽ ഒരു ഓണത്തിന്റെ പാട്ട് എന്തായിരിക്കും പാടുക? അയ്യോ, തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി, ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. വെരി ഗുഡ്. അങ്ങനെ കുറെ പാട്ടുകളില്ല. തീർച്ചയായിട്ടും ഓണത്തിനെ പറ്റി പൂവിളി എല്ലാ ഓണക്കാലത്തും. കോളേജിൽ ഞാൻ അത് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ചേച്ചിയുടെ കാര്യം പഴയ ഒരു ദൂരദർശനിൽ വന്നൊരു പാട്ടില്ലേ, വിശ്വസാഗര. അയ്യോ, അത് ഇന്നും ആൾക്കാർ ആലോചിക്കുന്നുണ്ട്, അല്ല ഓർക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ. പലപ്പോഴും അത് പലരും ഒന്ന് പറയും വിശ്വസാഗരല്ലേ. ഞാൻ പറയും നിങ്ങളൊക്കെ ആ സമയത്ത് ജനിച്ചിരുന്നു. ഏത് ഇയർ ആയിരുന്നു? അത് ഒരു 97 ഓണക്കാലത്തുള്ള പാട്ട് അല്ല. അവര് പിന്നെ എടുത്തിട്ട് അത് പിന്നെ ഇതാണ്. ദാറ്റ് ഈസ് നത്തിങ് ഗോട്ട് ടു ഡു വിത്ത് ഓണം. എന്നാലും അതില് ഓണത്തിന്റെ ഒരു ഇതൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാട്ടാണ്, അരുന്ധതി പാടിയ ഒരു പാട്ടാണ്. വിഷ്വൽസ് ഒക്കെ. അതെ, അതൊക്കെ ഒരു ആ കാലഘട്ടത്തില് ആദ്യമായിട്ട് തുടങ്ങിയ ആൽബംസ് അതാണ്. ദൂരദർശൻ തുടങ്ങിയ ആൽബമാണത്. അപ്പം അന്നാണ് അങ്ങനെ ഒരു പാട്ടിന്റെ സീനും ഒക്കെ ആയിട്ട് പാടിയത് ഇനി ഒരാള് സീനത്. നമ്മളതെല്ലാം കമ്പയർ ചെയ്തിട്ട്. ആ സമയത്താണോ മേനക ചേച്ചി അഭിനയിച്ച ആണോ പെണ്ണോ ആ പാട്ടൊക്കെ വന്നു? കുറെ പാട്ടുകൾ ആ സമയത്താണ് വന്നത്. അങ്ങനെ വന്നിട്ടുണ്ട്. അതൊരു കാലഘട്ടം, ഇതിന്റെ ഒരു തുടക്കമാണ് കേട്ടോ. നമ്മളൊരു നല്ല ഫേസിലാണ് ആക്ച്വലി. കാരണം നമ്മൾ അതും കണ്ടു, അതിലെ കൂടെ കടന്ന് ഇപ്പൊ ഇത് കാണുന്നുണ്ട്. ഇനി എന്താണെന്നുള്ള അറിഞ്ഞു. എന്തായാലും സംഗീത ലോകത്ത് ഒരു വലിയ കാര്യം മാറ്റം നിങ്ങളെല്ലാവരും ചേർന്ന് വരുത്തട്ടെ എന്നൊന്നും കൂടി ഞാൻ പറയുകയാണ്. ഇപ്പം പാട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാമിലിയിൽ. ഇപ്പം ഹസ്ബൻഡ് ശ്യാമും പാട്ട് എൻജോയ് ചെയ്യുന്ന ആളാണോ? അങ്ങനെയാണ് ഒരുപാട് ഇത് ചെയ്യുന്നത്. പാട്ട് പാടുമൊന്നുമില്ല, പക്ഷെ സപ്പോർട്ടീവ് ആണ്, എൻജോയ് ചെയ്യാറുണ്ട്. മോന് ഇപ്പൊ അവന് പാടണം എന്ന് വളരെയധികം ഒരു താല്പര്യം വന്നു തുടങ്ങി. അല്ലാതെ കാലത്തെ പാട്ട് പാടുന്നുണ്ട് ആള്, നന്നായി പാടും. പക്ഷെ സ്വയം ഒരു തോന്നൽ വരണം, സ്വയം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലല്ലേ നമുക്ക്. ഇപ്പൊ അങ്ങനത്തെ അല്ല ശരിക്കും. അത് അഖിലയുടെ വേറൊരു ഇതാണ്. കാരണം ഇപ്പൊ കാണുന്നത് കുറെ കുട്ടികളെ കൊണ്ടുവന്ന് പാടാൻ പോലും പറ്റാത്ത കുട്ടികളെ കൊണ്ടുപോയി അടിച്ചു പൊഴിപ്പിച്ച് പാടും. ആ ഒരു ഇത് വരുന്നുണ്ട്. അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്രിയേറ്റീവ് ഫീൽഡിൽ അത് കുറെയൊക്കെ പുറത്തുള്ള പാരന്റ്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുട്ടികളെ പാട്ട് പഠിപ്പിക്കാനും ഡാൻസ് പഠിപ്പിക്കാനും ഒക്കെ അവർക്ക് അവസരങ്ങൾ കുറവല്ലേ. ഓൺലൈനിലൂടെ ആയിരിക്കും പഠിപ്പിക്കുന്നത്, ഭയങ്കര താല്പര്യമായിരിക്കും. അതെ, അങ്ങനെ കുറെ കുട്ടികളെ. നിങ്ങളൊക്കെ ക്ലാസിക്കൽ ബേസ് ഉള്ള ആൾക്കാരാണ് അല്ലേ? ഇന്നിപ്പോൾ ഉള്ള കുട്ടികൾക്ക് ക്ലാസിക്കൽ എന്ന് പറയുമ്പോൾ, ക്ലാസിക് മ്യൂസിക് എന്ന് പറയുമ്പോൾ അതിനൊരു നല്ല ഒരു എന്താ പറയുക, ഒരു തപസ് പോലെ തന്നെയാണ് പാട്ട് ഇത് ചെയ്യേണ്ടത്. അതിൻ്റെ ഓരോന്നും ഓരോ എന്താ പറയുക, ഒരു സ്വരത്തിനനുസരിച്ച് അതിൻ്റെ അത് മനസ്സിലാക്കി ഓരോന്ന് അതിൻ്റെ ഒരു ക്രമം ഉണ്ടല്ലോ. ആ ക്രമത്തിൽ പാടി പഠിച്ചു വരുന്നവരും ഇപ്പോൾ വരുന്നവർക്ക് ടൈമില്ല. ഇപ്പോൾ എല്ലാത്തിനും ടൈം ഇല്ല എന്നാണല്ലോ പറയുന്നത്, എല്ലാം ബിസി. അപ്പോൾ അങ്ങനെ വരുന്നതിൽ വലിയ പ്രയാസം ഉണ്ടാവില്ല അങ്ങനത്തെ കുട്ടികൾക്ക് പാട്ടിൻ്റെ ഇതിൽ? അതോ ഇപ്പോഴത്തെ സ്റ്റൈൽ പാട്ടിൽ അതിനൊന്നും ആവശ്യമില്ലേ? അയ്യോ, അങ്ങനെ ആവശ്യമില്ല എന്നല്ല, എന്തെങ്കിലും ബേസ് വേണമല്ലോ. നമ്മൾ എന്ത് ജോലി ചെയ്യണമെങ്കിലും അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പാട്ടാണെങ്കിലും ഡാൻസ് ആണെങ്കിലും ബേസിക് ഒരു നോളജ് വേണം. അത് പഠിച്ചു പോകുമ്പോൾ തന്നെയാണ് അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള അത് വരുന്നത്. പിന്നെ ഇൻബോൺ ടാലന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അതെ, അവർ കേട്ട് അവർക്കൊരു ടാലന്റ് ഉണ്ട്, അത് കേട്ട് പാടുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. പക്ഷെ ശരിക്കും അവർക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് അവരെ ശാസ്ത്രീയമായിട്ട് ട്രെയിൻ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കണമെങ്കിൽ എന്തായാലും പഠിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ അല്ലേ? ജാനകിയമ്മയൊന്നും പാട്ട് പഠിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ആ പാട്ടൊക്കെ എന്താണ്, ശിങ്കാര വേലനെ ദൈവമൊക്കെ പാടും. എങ്ങനെ പാടി എടുത്തു? ലെജൻസ് ആയത് തീർച്ചയായിട്ടും അവരൊക്കെ ലെജൻസ് തന്നെയാണ്. SPBയും അങ്ങനെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പഠിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. പക്ഷെ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അതൊക്കെ ദൈവികം എന്താ പറയുക, ദൈവത്തിന്റെ ഫുൾ അനുഗ്രഹമുള്ള പാട്ടുകാരാണ് അവരൊക്കെ അല്ലേ? മുഴുവൻ
കനിഞ്ഞ് അനുഗ്രഹിച്ചിട്ടുള്ള സരസ്വതി ദേവി Legends. അനുഗ്രഹിച്ചു. അയ്യോ തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ആൾക്കാർ മനസ്സിൽ ഇങ്ങനെ എന്താ പറയുക ഐഡൽസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ ഉണ്ട് മനസ്സിൽ അല്ലേ? ജനങ്ങൾക്ക് ആശ്വാസവുമായി ആശ്വാസ് ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി. ഇംഗ്ലീഷ് മരുന്നുകൾ 15 മുതൽ 65% വരെ വിലക്കുറവിൽ. ഗുണനിലവാരമുള്ള മരുന്നുകൾ ഫാർമസിസ്റ്റുകളുടെ കരങ്ങളിലൂടെ. ഇന്ത്യയിൽ ആദ്യമായി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകളാൽ രൂപീകൃതമായ സംരംഭം ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി. The fastest growing chain pharmacy in India. Quality medicines through qualified hands. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഗ്രഹവും ഒരു പാട്ടുകാരി എന്നുള്ള നിലയ്ക്ക് എന്നെ എന്നെ ഇത് ഇങ്ങനെ വേണം എന്നെ ഓർമ്മിക്കാൻ, അല്ലെങ്കിൽ ഈ പാട്ടുകളിലൂടെ എന്നെ ഓർമ്മിക്കണം എന്ന് വിചാരിച്ചാൽ ഏതായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ള പാട്ട്? അയ്യോ അങ്ങനെ അത്രയ്ക്ക് പറയാൻ അല്ല, ശരിക്കും പറഞ്ഞാൽ അഖിലേക്ക് അത്ര ആയിട്ടില്ല, കാരണം കൊച്ചല്ലേ. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഞാൻ വരുന്നതിന് തൊട്ട് മുമ്പ് വന്ന ജനറേഷനിൽ ഉള്ളവർക്ക് കിട്ടിയ അവസരങ്ങൾ പോലെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഒരു കാലഘട്ടത്തിലുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോ പണ്ടത്തെക്കാളും അവസരങ്ങൾ കൂടുതലല്ലേ? ശരിയാണ്. സോഷ്യൽ മീഡിയ ഇപ്പൊ ആക്റ്റീവാണ്, വളരെയധികം അതില് ആക്റ്റീവായിട്ടുള്ള പുതിയ ജനറേഷനിലെ കുട്ടികളുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു സിനിമയില് ഇനി അങ്ങോട്ട് ഇപ്പൊ ചിത്ര ചേച്ചിയോ സുജാത ചേച്ചിയോ, അതിനു മുമ്പ് ജാനകി അമ്മയോ സുശീല അമ്മയോ ദാസാറോ ജയചന്ദ്രൻ സാറോ ഒക്കെ പാടി വച്ച കുറേ പാട്ടുകളുണ്ട്. അത് നമ്മുടെ മനസ്സിൽ എന്നും ഓരോരോ എന്താ രത്നങ്ങളാണ് അതൊക്കെ. അങ്ങനെ ഒരു പാട്ട് ഇനി ഉണ്ടാവില്ല. അപ്പൊ നമുക്കൊന്നും അങ്ങനെ ഒരു അവസരം കിട്ടുന്നത് എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങോട്ടുള്ള ഈ ഒരു സംഗീത ലോകം എന്ന് പറയുന്ന തന്നെ ഒരു ചേഞ്ചിൽ, വല്ലാത്തൊരു ചേഞ്ചിൽ വന്നിരിക്കുകയാണ്. കാരണം നമ്മളൊന്നും പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ല AI വന്നിട്ട് ഇത് കീഴടക്കും എന്നുള്ളത്. ആക്ച്വലി അത് ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര ഒരു കീഴടക്കൽ പോലെ. കീഴടക്കലാണെന്ന് പറഞ്ഞൂടെ, ടൈം ബീയിങ്ങിൽ അതുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരുപാട് പാട്ടുകാരുണ്ട്, നന്നായിട്ട് പാടുന്ന കുട്ടികളുണ്ട്. അതെ അതെ അതെ, ഭയങ്കര ഞാൻ മറ്റേ ഇന്ത്യൻ ഐഡലിലും ഒക്കെ കാണുമ്പോൾ കുട്ടികൾ പാടുന്ന കേൾക്കുമ്പോൾ ശരിക്കും അവർ ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ മാത്രം അവിടെ ഒതുങ്ങുന്നു. അവര് ആ ഒരു സമയത്ത് ഷൈൻ ചെയ്യുന്നു. പിന്നെ അതൊരു വല്ലാത്ത ഒരു, ഞാനിപ്പം മിക്കവാറും ഷോസ് അവര് മ്യൂസിക് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും, പാടുന്നുണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും, റെക്കോർഡിങ്സ് ഉണ്ടാവും ചിലപ്പോ. പക്ഷേ നമുക്ക് നമ്മുടെ ആ ഫുൾ പാഷൻ വെളിയിൽ കൊണ്ടുവരാനായിട്ട് അവസരങ്ങൾ കിട്ടുന്നുണ്ടാവും. പക്ഷെ ജനങ്ങൾ അറിയുന്നില്ല. ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ എന്റെയൊക്കെ അവസ്ഥ തന്നെയാണ്. ഇപ്പൊ ഞാൻ ഒരു പാട്ട്, നമുക്ക് ലക്കുണ്ടെങ്കിൽ മാത്രം ഒരു പാട്ട്, നല്ലൊരു പാട്ട് പാടാൻ പറ്റും, അല്ലെങ്കിൽ അത് പോപ്പുലർ ആവുക കുറച്ചു കാലം ആ ഒരു പാട്ടില്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അഴകാലിനെ പാടിയിട്ട് ഇപ്പൊ 20 വർഷമായി. അപ്പൊ ഇപ്പൊ പറഞ്ഞാലും ആളുകൾക്ക് ആ പാട്ട് അറിയാം. അതന്നെ വലിയൊരു ഭാഗ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തില്. അങ്ങനൊരു പാട്ട് കിട്ടിയത് എന്റെ വലിയൊരു ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. കാരണം ആ ഒരു പാട്ട് തന്നെയാണ് ഇപ്പോഴും എനിക്ക് ഐഡന്റിറ്റി തന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ലൈവായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നതിനുള്ള മെയിൻ റീസൺ ആ ഒരു പാട്ട് തന്നെയാണ്. പിന്നീട് കുറച്ച് പാട്ടുകളൊക്കെ പാടിയെങ്കിലും അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ട് പോലില്ല പലതും. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം ഇപ്പം സോഷ്യൽ മീഡിയ ഈസ് എ ഗ്രേറ്റ് ഹെൽപ്പ്. കാരണം നമ്മൾ സ്വന്തമായിട്ടൊരു എന്താ പറയുക ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് പോലെ തന്നെ നമ്മൾ, അല്ലെങ്കിൽ ഒരു വാട്ട് യു കോൾ ഒരു ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പാട്ടിനെ നിങ്ങളൊരു കളക്റ്റീവായിട്ട്, ശരിക്കും പറഞ്ഞാൽ കുറച്ച് സിംഗേഴ്സ് കളക്റ്റീവായിട്ട്, പഴയ പാട്ടെന്നല്ല ഞാൻ പറയുന്നത്, പുതിയ പാട്ടുകൾ തന്നെ പഴയ ഇത് മനസ്സിലാ പുതിയത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ട്രെൻഡിൽ തന്നെ കുറച്ച് കാര്യപ്രസക്തമായിട്ടുള്ള പാട്ടുകൾ അത് തീർച്ചയായിട്ടും അതൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് അത് വളരെ ഇതായിരിക്കും. ഇപ്പൊ എല്ലാരും കവേഴ്സ് ചെയ്യുന്നത് എല്ലാം പഴയ പാട്ടുകളോ അല്ലെങ്കിൽ 80s-ലെ 90s-ലെ ഞാൻ കണ്ടിട്ടുണ്ട്. അഖിലയുടെ തന്നെ കുറെ ഇഷ്ടമുള്ള പാട്ടുകളാണ് കവേഴ്സ് ആയിട്ട് വീണ്ടും പാടുന്നത്. അത് വീണ്ടും ട്രെൻഡ് ആവുന്നു. അപ്പോ ഈ മന്ദാര ചെപ്പുണ്ടോ എന്നുള്ള പാട്ട് പഴയ ഒറിജിനൽ വേർഷൻ പല പുതിയ കുട്ടികൾക്കും അറിയില്ല. തൈക്കുടം ബ്രിഡ്ജ് രണ്ടാമത് പാടിയപ്പോ ആണ് ആ വേർഷനാണ് പലരും കേട്ടിട്ടുള്ളത്. ഒറിജിനലായിട്ട് പണ്ട് 80s 90s-ലോ മറ്റോ വന്ന സിനിമയിലെ പാട്ടല്ലേ. ദശരഥം എന്ന് പറഞ്ഞ സിനിമയില് MG ശ്രീകുമാറും ചിത്ര ചേച്ചിയും പാടിയ പാട്ടാണ്. പക്ഷെ അതാർക്കും അറിയില്ല. പുതിയ വേർഷനാണ്
കേൾക്കുന്നത്. പുതിയ കുട്ടികൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മനഃപൂർവ്വമായിട്ടൊരു എഫേർട്ട് എടുത്ത് കൊണ്ടുവരാൻ പറ്റില്ലേ? കാരണം ബിക്കോസ് യു ആർ ഡൂയിങ് എ ഗ്രേറ്റ്, അങ്ങനെ ചെയ്താൽ തന്നെ തീർച്ചയായിട്ടും എപ്പോഴും നമ്മൾ ഒറിജിനൽ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഒരു വലിയ വാല്യൂ ഉണ്ട് അല്ലേ? ഒറിജിനൽ എപ്പോഴും ഒരു ഒറിജിനൽ ട്രാക്ക് എന്ന് പറയുന്നതിനൊരു പ്രത്യേകിച്ച് ഒരു ഭംഗിയും അതിൻ്റെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശരിക്കും പറയുന്നത് സംഗീത ലോകത്ത് നിന്ന് നിൽക്കുന്ന ആൾക്കാർ അവരൊരു എഫേർട്ട് എടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, ഒരു വിനീതമായ ഒരു ആഗ്രഹം. എനിക്കും അതേ ആഗ്രഹം. ഞാൻ അങ്ങനെ കുറെ കവേഴ്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ തിരികെ എന്ന് പറഞ്ഞൊരു പുതിയൊരു ടീം, തിരികെ എന്ന് പറഞ്ഞൊരു സെഷൻ വീണ്ടും പഴയ പാട്ടുകൾ തിരിച്ചു കൊണ്ടുവന്നു. അതിൽ എനിക്ക് 1-2 പാട്ടുകൾ പാടാനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും പുതിയ ജനറേഷനും എൻജോയ് ഉണ്ട്. എങ്ങനെയാണ് അവരുടെയൊക്കെ റെസ്പോൺസ് വരുന്നത് ഇങ്ങനത്തെ നിങ്ങളുടെ പാട്ടുകൾ, ഇങ്ങനത്തെ പഴയ പാട്ടുകൾ? അതായത് നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏതെങ്കിലും യങ്സ്റ്റേഴ്സിന്റെ ഇതിനകത്ത് എങ്ങനെയാണ് റെസ്പോൺസ് വരുന്നത്? യങ്സ്റ്റേഴ്സ് ഇപ്പം എൻ്റെ മോനെ തന്നെ പറയാം, ആ ഗ്രൂപ്പ് എടുത്താൽ മതിയല്ലോ. ആ ഗ്രൂപ്പ് ആണെങ്കിൽ അവൻ എല്ലാം എൻജോയ് ചെയ്യുന്ന ആളാണ്. എല്ലാ തരം പാട്ടുകളും ഇഷ്ടമാണ്. മലയാളം കേൾക്കുന്നുണ്ട്, ഹിന്ദിയും തമിഴും, അതല്ലാതെ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കുന്നുണ്ട്. അപ്പം എല്ലാ ജോണറും അവൻ എൻജോയ് ഉണ്ട്. അപ്പം പല പഴയ പാട്ട് ഞാൻ കവറായിട്ട് ഇപ്പോൾ ചെയ്തപ്പോൾ ഒരു പാട്ട് കേട്ടപ്പോൾ അതെന്താ പുതിയ പാട്ടാണോ, അവൻ പഴയത് കേട്ടിട്ടില്ല. അപ്പോൾ യങ് കുട്ടികളൊന്നും പഴയ പാട്ട് കേൾക്കുന്നില്ല, അവർക്ക് അത് കേൾക്കാനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു അത് കിട്ടുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഈ കുഞ്ഞു മക്കള് സ്റ്റേജ് ഈ പരിപാടി പാടുമ്പോഴാണ്. അപ്പോഴത്തന്നെ ഇവർ ആലോചിക്കുന്നത് എവിടെ ഈ പാട്ടുകളൊക്കെ പരിപാടി കാണുന്നത് ആരാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? വീട്ടിലിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരും. തീർച്ചയായിട്ടും യങ് ജനറേഷൻ ഒന്നും ഈ കോമ്പറ്റീഷൻ ഒന്നും കാണുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, നമ്മളൊക്കെ എൻജോയ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമുക്ക് ആ കാലഘട്ടത്തിൽ പാട്ട് ഈ കുഞ്ഞു മക്കൾ പാടുന്ന ഇത്രയും പെർഫെക്ഷനിൽ പാടുന്ന കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, എന്ത് രസമായിട്ടാണ് അതിരിക്കുന്നത്. അല്ല അവരെ കൊണ്ട് ഇതൊക്കെ പാടാൻ ഞാൻ പറഞ്ഞില്ലേ, മോനിപ്പം ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അവൻ പഴയ പാട്ടൊക്കെ, പണ്ടൊന്നും ദാസാറിന്റെ പാട്ടുകളൊന്നും കേൾക്കില്ല. പിന്നെ ഞാൻ ഇന്ന പാട്ട് നീ കേട്ട് നോക്ക് എന്ന് പറഞ്ഞിട്ടാണ് പല ശ്രീരാഗമവും ഒന്നാം രാഗം അതൊക്കെ അവന്റെ ഇപ്പൊ ഫേവറേറ്റ്സ് ആയി. അപ്പൊ എന്താണ് ദാസാറ് പാടി വച്ചേക്കുന്നത്, അയ്യോ ഇങ്ങനെയൊന്നും ഇപ്പൊ ആരും പാടുന്നില്ല. അഖിലയുടെ പാട്ടില് ഏതോ പാട്ടായിക്കോട്ടെ, അല്ലല്ല അഖില പാടുമ്പോ, അഖില പാടിയ പാട്ടെന്നല്ലേ പറഞ്ഞ, അഖില വേറൊരാളുടെ പാട്ട് പാടുമ്പോ അത് അതിൽ ഏറ്റവും ഇഷ്ടമായിട്ട് അവൻ തോന്നിയത് ഏത് പാട്ടാണ്? അങ്ങനത്തെ ഒന്നും സജഷൻസ് ഒന്നും ഇല്ല. അഖിലക്ക് ഏതാണ് ഇഷ്ടം? എനിക്കോ ഇപ്പൊ പാടി അതൊക്കെ ശരിയാണ്, എന്തായാലും ഒരു പാട്ടും കൂടെ ആവാം. ജാനകിയമ്മയുടെ ഒരു പാട്ട്. ശരി, ജാനകിയമ്മയ്ക്കൊരു ട്രിബ്യൂട്ട്. അതെ തീർച്ചയായിട്ടും. എം ജി രാധാകൃഷ്ണൻ സാറിന്റെ ഒരു നല്ല പാട്ടുണ്ട്, നാഥാ നീ വരും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് അത്. ചാമരത്തില് നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തു ഞാനിരുന്നു, താവകവീഥിയിൽ എന്മിഴി പക്ഷികൾ തൂവൽ വിരിച്ചു നിന്നു, നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ. എന്ത് സ്വീറ്റ് ഒരു പാട്ടാണെന്ന് അറിയാം. ആ വരിയും നമുക്കിങ്ങനെ അതിങ്ങനെ ഫീൽ ചെയ്യാം അകത്ത് അല്ലേ? ജാനകി അമ്മ പാടി. ഞാൻ പറഞ്ഞില്ലേ, കുട്ടിക്കാലത്ത് ഞാൻ കൂടുതൽ കേട്ടിരുന്നതും കേട്ട് പഠിച്ച് പാടിയതും സ്കൂളിലൊക്കെ ആണെങ്കിലും ചിത്ര ചേച്ചിയുടെയും സുജാ ചേച്ചിയുടെയും ഒക്കെ പാട്ടാണെങ്കിലും, പിന്നീട് സീരിയസ് ആയി നമ്മൾ ഇത് പ്രൊഫഷൻ ആക്കി എടുക്കുന്ന സമയത്ത് പഴയ പാട്ടുകൾ, അപ്പോഴാണ് കൂടുതൽ ഞാൻ പഴയ പാട്ടൊക്കെ കേട്ടു തുടങ്ങിയത്. അല്ലാതെ എനിക്ക് വീട്ടിലങ്ങനെ ഒത്തിരി പഴയ പാട്ടുകളൊന്നും അങ്ങനെ പ്ലേ ചെയ്തൊന്നും അച്ഛനും അമ്മയും അവർക്ക് രണ്ടുപേരും ഗവൺമെന്റ് സർവീസിലാണ് ജോലി. അച്ഛൻ ടീച്ചറായിരുന്നു, അമ്മ സെക്രട്ടേറിയറ്റിലായിരുന്നു. അപ്പൊ രണ്ടുപേരും തിരക്കാണ്. നമ്മുടെ ഉള്ളിലുള്ള ഒരു പാഷൻ, ഒരു ടാലന്റ്, അതൊരു പാഷൻ ആവുക, എന്നിട്ട് പിന്നെ അതൊരു പ്രൊഫഷൻ ആവുക, ഇതൊരു വലിയ കാര്യമാണ്. ഇതെങ്ങനെയാണ് ഇപ്പോൾ ടാലന്റ് ശരിക്കും അച്ഛനും അമ്മയാണ് റിയലൈസ് ചെയ്തത്. തീർച്ചയായിട്ടും. സോ പിന്നെ അതൊരു പാഷൻ ആണെന്നുള്ളത് അഖില മനസ്സിലാക്കി, അഖിലക്ക് ഉണ്ടായി. കാരണം നമ്മള് കുട്ടിക്കാലം തൊട്ടേ ഈ എനിക്ക് ഡാൻസ് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വീട്ടിൽ അങ്ങനെ സാഹചര്യം, ഡാൻസ് ഒക്കെ ഭയങ്കര ചെലവല്ലേ, നമുക്ക് ഒരു പുറകെ നടക്കണം. പാട്ട് പോലെ അല്ല, കുറച്ച് എക്സ്പെൻസീവ് ആണ് ഡാൻസ് എന്ന് പറയുമ്പോൾ. ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഇല്ല. പാട്ട് ആൾക്കാർ പ്രത്യേകം നടക്കാൻ അച്ഛനും അമ്മയും ഒന്നും പറ്റില്ല. അപ്പൊ പാട്ടിന്റെ കൂടെ വയലിനും, കർണാട്ടിക് തന്നെ വയലിൻ പഠിച്ചു. അപ്പൊ ഇതെങ്ങനെ
ഗ്രാജുവലി സ്കൂൾ ടൈം അതന്നെ ഇങ്ങനെ സ്കൂൾ കഴിഞ്ഞാൽ ബാക്കി സമയം പാട്ട് ക്ലാസ്സിലോട്ട് പോവുക, അല്ലെങ്കിൽ വയലിൻ ക്ലാസ് ഉണ്ടാവും, അങ്ങനെയായിരുന്നു. അപ്പോൾ പാട്ട് എൻ്റെ കൂടെ ഇങ്ങനെ പഠിച്ച് വന്നതുകൊണ്ട് സീരിയസ് ആയിട്ട് തന്നെ പോയി. അപ്പോൾ അങ്ങനെ അതിന് പാഷനായി മാറി. ഓക്കെ. അപ്പോൾ എന്നാണ് അത് പ്രൊഫഷൻ ആക്കണം എന്നുള്ളൊരു അത് ഞാൻ നേരത്തെ അതെ അതെ മനഃപൂർവ്വമായിട്ടുള്ളൊരു വന്നത് ആ പാട്ടിൽ ഫിലിം പാടിയതിന് ശേഷം തന്നെയാണ്. പരിപാടികൾക്ക് വേണ്ടിയുള്ള എൻക്വയറീസ് വരുന്നു, റെക്കോർഡിങ്സ് കുറച്ച് അപ്പോൾ അങ്ങനെ ബിസി ആയി തുടങ്ങിയപ്പോൾ. അപ്പോൾ വേറൊരു പ്രൊഫഷൻ ആലോചിച്ചിട്ടേ ഇല്ല. കാരണം പലരും എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അതിന്റെ കൂടെ അല്ലെങ്കിൽ വലിയ പഠിപ്പിച്ചിട്ടൊന്നും അല്ല വളരെ തുറന്നങ്ങ് പറഞ്ഞു, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, ഞാനൊരു പാട്ടുകാരിയാണ്. അങ്ങനെ ഒരു പ്രൊഫഷണൽ ഒരു കോഴ്സ് ഒന്നും ഞാൻ പഠിച്ചില്ല. ഞാൻ ഡിഗ്രി BCom ചെയ്തത്. പിന്നെ വീട്ടിൽ നിന്ന് പ്രഷർ ഉണ്ടായിരുന്നു, PSC ടെസ്റ്റ്. BCom അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, എന്തെങ്കിലും ഡിഗ്രി വേണമല്ലോ, അത് നിർബന്ധമാണ്. അപ്പം ഡിഗ്രിക്ക് വേണ്ടി BCom പഠിച്ചു. പിന്നത് എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് സർവീസിൽ കയറണം, മിക്കവാറും ആൾക്കാരുടെ ഉള്ളിലുള്ളത് അതാണ്. അച്ഛനും അമ്മയും ഗവൺമെന്റ് സർവീസിലായതുകൊണ്ട് തന്നെ അവർക്ക് മക്കള് അങ്ങനെ തന്നെ പോണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവരുടെ. എന്തെല്ലാം, അതായത് നമ്മുടെ ഓരോ ഫെസ്റ്റിവലും ആങ്കറും ചെയ്യണം, പാട്ടും പാടണം. അത് ഞാൻ പറഞ്ഞില്ല, ആദ്യമേ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ വന്നതുകൊണ്ട് അഖിലയായിട്ട് എനിക്കത് എന്താ പറയാ അടുക്കാനും കുറേ നല്ല പാട്ടുകൾ കേൾക്കാനും നമ്മൾ ആ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തെടുത്ത് അതിന് വേണ്ടി എഫേർട്ട്, ശരിക്കും പറഞ്ഞാൽ നല്ല എഫേർട്ട് എടുത്ത് ചെയ്തതാണ്. കാരണം ഓരോ പാട്ടും സെലക്ട് ചെയ്ത് അഖില തന്നെ പറയും, എന്നിട്ട് ആ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തെടുത്ത് പിന്നെ അതിനെ ഇനാക്ട് ചെയ്ത് എല്ലാവരും ഈ പറയുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അതൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക ഒരു പ്രോഗ്രാം, ഒരു പ്രോഡക്റ്റ് അതിനകത്ത് നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ ഒരു പാഷൻ പ്രൊഫഷൻ ആവുന്നത് പോലെ ഒരു സന്തോഷം വേണമെന്നില്ല. തീർച്ചയായിട്ടും. കാരണം പലർക്കും ഞാൻ കണ്ടിട്ടുണ്ട് പാഷൻ ഒന്നായിരിക്കും, പക്ഷെ ഒരു പ്രൊഫഷൻ പല പ്രഷേഴ്സ് കാരണം പ്രൊഫഷൻ മാറിപ്പോകും. ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ പാഷൻ തന്നെ പ്രൊഫഷൻ ആയപ്പോഴാണ്. അപ്പോൾ പക്ഷേ അതെ തീർച്ചയായിട്ടും പാഷനും പ്രൊഫഷനും ഒന്നിച്ച് വരുന്നവർ ശരിക്ക് ഭഗവാന്റെ അനുഗ്രഹം ധാരാളം ഉള്ളവർ തന്നെയാണ്. പിന്നെ ഉണ്ട് അവർ വിട്ടിട്ട് ഇതിലോട്ട് വരും, പിന്നെ ഏതാണ് നല്ലതെന്നൊരു ചോയ്സ് ഒക്കെ എടുത്തിട്ട് അവിടെ പോലും അവർ ആദ്യം ഒന്ന് വേവർ ചെയ്തിട്ടാണ് ഇതിൽ നിൽക്കുമോ അല്ലെങ്കിൽ അതിൽ നിൽക്കുമോ എന്നറിയണമല്ലോ. ലൈഫിൽ എപ്പോഴും ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് വരും. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ടായിട്ടേ ഇല്ല? അല്ല, ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എവിടെയെങ്കിലും ഒരു ഓഫീസ് ജോലി ആയിരിക്കാം ചിലപ്പോൾ ഇതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷെ എന്നാലും എനിക്കതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ആങ്കറായിട്ട് ചാനലിൽ വളരെയധികം ആക്റ്റീവ് ആയിരുന്നു കുറേ വർഷക്കാലം, 10-15 വർഷത്തോളം ചാനൽ ഷോസ് ആങ്കർ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും അതിൽ തന്നെ കുറെ കാലം നിൽക്കും, അല്ലെങ്കിൽ ഞാൻ ഡബിങ് ഫീൽഡിലുണ്ടാവും. പക്ഷെ അത് ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം സൂര്യ, ഏഷ്യനെറ്റ്, ഇങ്ങനെ കുറേ ചാനൽസ് വന്നപ്പോഴത്തേക്കും കുറേ കുട്ടികളുടെ ടാലൻസ് അതിലൂടെ വെളിയിൽ വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ അത് പിന്നെ അത് എന്താ പറയുക ഇപ്പം മാറി, ഇപ്പം അത് മാറി. എനിക്ക് തോന്നുന്നു ആങ്കേഴ്സ് അങ്ങനെ ഇല്ല ഇപ്പം അങ്ങനത്തെ ഒന്നും കാണുന്നില്ല. കാരണം ഒന്നാമത് പല പല ചാനൽസിന്റെ അവരുടെ ഫോക്കസേ മാറിപ്പോയി. പണ്ട് ഇപ്പോഴുള്ള കുറച്ച് പേര്, ഇപ്പൊ രഞ്ജിനി ഹരിദാസ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേര്, അത് അവരും ഇതിനകത്ത് വന്നവരാണ്. എല്ലാരും ആങ്കറിംഗ്, പിന്നെ അവര് തന്നെ അവരുടെ ഒരു ഔട്ട്ലുക്ക് മാറ്റി അവരുടേതായിട്ടുള്ള സ്റ്റൈല് കൊണ്ടുവരാൻ പറ്റി. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ എന്തായാലും എന്താ പറയുക, ഇപ്പം ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ആ ഒരു പ്രൊഫഷനെ അല്ലെങ്കിൽ പാഷനെ പ്രൊഫഷനാക്കി അത് ഇനി ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഇതുണ്ടല്ലോ, യങ്ങർ പീപ്പിൾ ഷുഡ് ഗെറ്റ് ഇൻസ്പയർഡ് ഫ്രം ദാറ്റ്. കാരണം അതിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പം പറ്റാത്തത് എല്ലാവർക്കും എന്താണെന്ന് അറിയാമോ, അവർക്ക് എല്ലാം പെട്ടെന്ന് റിസൾട്ട് വേണം. എല്ലാവർക്കും ഞാൻ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുള്ളത് പെട്ടെന്ന് റിസൾട്ട് വേണം. അങ്ങനെ ഒരു സംഭവം ഇല്ല. തപസ്സിരുന്നേ പൂ വിരിയൂ എന്ന് പണ്ടൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ആ പൂ കൂമ്പി തന്നെ നിന്നിട്ടേ അത് വളരുള്ളൂ. അതുമാതിരി പെട്ടെന്ന് ഒന്ന് കുത്തിപ്പൊക്കി ആ പൂവിന്റെ ഭംഗിയും പോവും, അത് ലാസ്റ്റും ചെയ്യില്ല. മനസ്സിലാവണില്ലേ? അപ്പൊ അതുപോലെ നിങ്ങളൊക്കെ വേണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അത് കുറെയൊക്കെ ഈ റിയാലിറ്റി ഷോയിലൂടെ പെട്ടെന്ന് പോപ്പുലർ ആവുന്നതാണല്ലോ. അതെ 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 ആ ഒരു അങ്ങനത്തെ ഒരു രീതിയാണ് റിയാലിറ്റി ഷോയിൽ വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ മത്സരിക്കുന്നു, അതിൽ കുറച്ച് പേര് പെട്ടെന്ന് അങ്ങ് ഔട്ട് ആവുന്നു, ബാക്കിയുള്ളവര് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് കിട്ടുന്ന ഒരു ഫെയിം. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ വരുന്ന കുട്ടികളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അതായത് റിയാലിറ്റി ഷോയിൽ കൂടെ വരുന്നു, അഫ്കോഴ്സ് അത് വരുന്ന വലിയൊരു കാര്യമാണ്. പക്ഷെ അവർക്കൊരു മാനസികമായിട്ടുള്ളൊരു പ്രശ്നം വരും. കാരണം കുറച്ച് കാലം അവർ ലൈം ലൈറ്റിൽ നിൽക്കുകയാണ്.
ആൻഡ് ഓൾ ഓഫ് എ സഡൻ അവർ യങ് കുട്ടികളെ, കൊച്ചു മക്കളാണ്. അവർക്ക് ഈ ലൈം ലൈറ്റിൻ്റെ സ്വാദും ഇതെല്ലാം മനസ്സിലാക്കി ആൾക്കാരുടെ അക്വലൈറ്റ്സും അതും ഇതൊക്കെ കേൾക്കുമ്പോൾ അവരേതോ ഒരു ലോകത്തേക്ക് അവർ മാറുകയാണ്. ആൻഡ് ഓൾ ഓഫ് എ സഡൻ ഒരു പ്രോഗ്രാം കഴിഞ്ഞു, അതിൻ്റെ ബ്ലാസ്റ്റും അതും ഇതും പുതിയ ആളുകൾ വരുമ്പോൾ ഇവർ പിന്തള്ളിപ്പോടും. അങ്ങനെ വരുന്ന കുട്ടികളുടെ മനസ്സിനൊരു ഒരു പ്രശ്നം ഉണ്ടാവും തീർച്ചയായിട്ടും. അവർ എത്രയായാലും ആ ഒരു സ്റ്റേജ് പിന്നെ അവർക്ക് കിട്ടുന്നില്ല. രണ്ടാമതൊരു ചാൻസ് ഇല്ലല്ലോ അവർക്ക്. ഒരിക്കൽ ഫസ്റ്റ് കിട്ടി കഴിഞ്ഞു പിന്നെ പ്രോഗ്രാം ഈ പറഞ്ഞ പോലെ. പക്ഷെ അങ്ങനെയുള്ള കുട്ടികളുടെ അടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? ക്യാൻ യു ഗിവ് എന്തെങ്കിലും കൊടുക്കണം? കാരണം നിങ്ങൾ വേണം അവരെ സപ്പോർട്ട് ചെയ്യാൻ. അവരും യങ് വരുന്ന ഇതാണ്. ഇത് നമ്മള് ഇംപെർമനൻസ് എന്നുള്ളതിനെ ആദ്യമേ പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ? അതായത് ഇത് പെർമനന്റ് അല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കണോ? അല്ല ഇത് തിരിയണോ? സസ്റ്റെയിൻ ചെയ്യാൻ ഉള്ള എന്താണ് വഴി എന്നുള്ളതാണല്ലോ ചിന്തിക്കേണ്ടത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ കാര്യം ആലോചിക്കുക, ഞാൻ എന്നെ തന്നെ ഒന്ന് എന്താ നമ്മൾ ആലോചിക്കുക. ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് ഹൈപ്പിലേക്ക് പോയിട്ടില്ല. എന്നുവെച്ചാൽ എനിക്കൊരു വലിയ ഹിറ്റ് സോങ് പാടി ഒരു സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ നാഷണൽ അവാർഡ് അങ്ങനെയൊന്നും കിട്ടിയില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു 20 years ആയിട്ട് ഈ ഫീൽഡിൽ വന്നത് തൊട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തു. അതിൻ്റെ ഫാമിലി, ഞാൻ മോനുണ്ടായ സമയത്ത് ഒരു ഗ്യാപ്പ് എടുത്തു എന്നല്ലാതെ ഒരുപാട് താഴോട്ട് പോയി. എൻ്റെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് ഞാൻ എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കത് ബോണസായിട്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ചില ഒരു ഇങ്ങനെ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കലാകാരന്മാർക്ക് എപ്പോഴും ഹൈ ലോ ഉണ്ടാവും. ജനങ്ങൾക്ക് ആശ്വാസവുമായി ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി, the fastest growing chain pharmacy in India. Quality medicines through qualified hands. അതൊക്കെ മനസ്സിലാക്കി നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന പല ഇൻസിഡൻസ് ഉണ്ടാവും. ചാൻസസ് നഷ്ടമാവുന്ന സാഹചര്യങ്ങളുണ്ടാവും. നല്ല ചാൻസ് കയ്യെത്തം വരെ എത്തിയിട്ട് പോകുന്ന അവസരങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരുടെയും ലൈഫിലുണ്ടാവും. ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ഇത് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. അപ്പോൾ അവിടെ എല്ലാ തരത്തിലും അഭിനയിക്കുന്നവർക്കും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ വീണ്ടും ചാൻസിന് വേണ്ടി അല്ലെങ്കിൽ പുതിയ എന്താണ് ഓപ്പർച്യൂണിറ്റീസ്, എന്താണ് ഇതിൽ കിട്ടുന്നത്, എന്താണ് ഇനി കൂടുതലായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുക, വർക്ക് ചെയ്യുക. ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് മടിച്ചാണ്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ, ഞാൻ ഇപ്പം എന്നെ തന്നെ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഇനിയും സംഗീത ലോകത്ത് ചെയ്യാനായിട്ടുള്ള ഒരു മനഃപൂർവ്വമായിട്ടുള്ള മടിച്ചെന്ന് പറഞ്ഞു, ആ മടി മാറ്റി വെച്ച് നല്ലൊരു എഫേർട്ട് എടുത്ത് തീർച്ചയായിട്ടും എന്താ പറയുക കുറേ കൂടെ നിങ്ങൾക്ക് സംഗീത ലോകത്തേക്ക് കുറേ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ യങ്സ്റ്റേഴ്സ് വേണം ഇതിനെ ഒന്ന് ശരിയാക്കിയെടുത്ത് ആ ഒരു രീതിയിൽ നമ്മളെയും കൂടെ മനസ്സിൽ കണ്ടുകൊണ്ട് കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇത് ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ ഓണം ഒരു പൊന്നോണം ആവട്ടെ. ഇനി ഫർദർ ഓണംസും എല്ലാവരുമായിട്ടിരുന്ന് നല്ല ഒരു ഓണം. അതുപോലെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ലതിക ചേച്ചിയോടും ഇങ്ങനെ സംസാരിക്കുന്ന എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം അങ്ങനെ ഒരു അവസരം തന്ന ഈ ചാനലിനും ഇൻഫൈൻ എന്റർടൈൻമെന്റ്സ് നന്ദി. എല്ലാവർക്കും നമുക്ക് രണ്ടുപേർക്കും എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കാം.